നമസ്കാരം. ടു ഫാർമർ ഫോക്കസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോകത്തിലെ ഏറ്റവും ചെറിയ വാഴയാണ് ഈ കാണുന്നത്. ട്രുവേലി തിന്നി അല്ലെന്നുണ്ടെങ്കിൽ സൂപ്പർ ഡാർഫ് കാവൻഡിഷ് എന്നറിയപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും ചെറിയ വാഴയാണ് ഈ കാണുന്നത്. അപ്പൊ ഈ ഒരു വാഴ കൊലച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ. ലോകത്തിലെ ഏറ്റവും ചെറിയ നമുക്ക് കഴിക്കാനായിട്ട് ഭക്ഷ്യയോഗ്യമായിട്ടുള്ള വാഴപ്പഴമാണ് ഈ കാണുന്നത്. ഇതിന്റെ പേരെന്ന് പറഞ്ഞാൽ ട്രുവേലി തിന്നി എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ സൂപ്പർ ഡാർഫ് കാവൻഡിഷ് എന്നറിയപ്പെടും. കാവൻഡിഷ് വിഭാഗത്തിൽപ്പെട്ട ഒരു വാഴ തന്നെയാണിത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യപ്പെടുന്ന വിഭാഗമാണ് കാവൻഡിഷ് എന്ന് പറയുന്നത്. ഈ ഒരു വാഴയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ഉയരം തന്നെയാണ്. 2 മുതൽ 4 അടി വരെ 60 സെന്റിമീറ്റർ തൊട്ട് 121 സെന്റിമീറ്റർ വരെ മാത്രമേ ഈ ഒരു വാഴയ്ക്ക് ഉയരം ഉണ്ടാകുകയുള്ളൂ. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിനകത്തുണ്ടാകുന്ന പഴം നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. ഇതല്ലാതെ നമ്മുടെ ഗാർഡനിലൊക്കെ നമുക്ക് വെച്ച് പിടിപ്പിക്കാവുന്ന ചെറിയ വാഴകളും അങ്ങനെയുള്ള ചെടികളൊക്കെ നമുക്ക് കിട്ടും. പക്ഷേ അതിൻ്റെ ഒന്നും പഴം നമുക്ക് കഴിക്കാൻ പറ്റുന്നതല്ല. പക്ഷേ ഈ ഒരു വാഴയുടെ പഴം നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഉയരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു ഭാഗം വരെ, വയറിൻ്റെ അടുത്ത് വരെ മാത്രമേ ഇതിന് ഉയരമുള്ളൂ. ഇതിൻ്റെ ഇലകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ തിങ്ങി ഞെരുങ്ങി വളരുന്നൊരു വാഴയാണിത്. ഇതിൻ്റെ കാണ്ടം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സാധാ വാഴയെ പോലെ തന്നെ നല്ല വലിപ്പത്തിൽ നല്ല വണ്ണത്തോട് കൂടി തന്നെ അത് വളർന്നു വരുന്നത്. അതിനുശേഷം ഇതിൻ്റെ ഇലകളൊക്കെ ഇങ്ങനെ ഞെങ്ങി ഞെരുങ്ങി ഇരിക്കുകയും അതിനകത്ത് നിന്ന് കൊല ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ സൂപ്പർ തിന്നിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഒരു 1.5 വർഷം എടുക്കും ഇത് പഴം ആവാനായിട്ട്. ഇങ്ങനെ കൊലച്ച് നമുക്ക് കൊല കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു 1.5 വർഷം എടുക്കും. അതേപോലെ തന്നെ അത്യാവശ്യം നല്ല ഒരു കൊല തന്നെ കിട്ടുകയും ചെയ്യും. പക്ഷേ ഇതിൻ്റെ വലിയൊരു ടേസ്റ്റ് ഇല്ല എന്നാണ് പറയുന്നത് ഈ ഒരു പഴത്തിന്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വിശേഷങ്ങൾ. ഇതേപോലെ തന്നെ ഇതിൻ്റെ കൊലച്ചിട്ടില്ലാത്ത ഒരു വാഴ കാണിച്ചു തരാം. ഇതിൻ്റെ ഇലകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാ വാഴ ഇലകൾ നിൽക്കുന്നതിനേക്കാളും കൂടുതൽ കാലം ഇതിൻ്റെ ഇല നിലനിൽക്കും എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് നമ്മുടെ സാധാരണ നേന്ത്രവാഴയുടെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ കുറച്ച് നാൾ, ഒരു 1.5-2 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു ഇല വീണിട്ട് അടുത്ത ഇല വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ഇതിൻ്റെ താഴെ തട്ടിലുള്ള ഇല തൊട്ട് അങ്ങ് മുകളിലുള്ള ഇല വരെ ഇങ്ങനെ അടുക്കായിട്ട് അങ്ങ് ഇരുന്നോളും. അതിനുശേഷം മാത്രമാണ് ഇത് കൊല വരുന്നത്. കൊല വരുന്ന സമയത്ത് ഇതിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഇലകൾ മാറിയിട്ട് ഒരു സൈഡിലേക്ക് ഇതിൻ്റെ കൊല വരികയാണ് ചെയ്യുന്നത്. കൂമ്പ് വരുന്നു, അതിനുശേഷം കൊല വരികയാണ് ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്കിതൊരു വ്യാപകമായിട്ടൊരു കൃഷിക്ക് വേണ്ടിയിട്ട് സാധ്യതയുള്ളൊരു കാര്യമല്ല. കാരണം ഇതിൻ്റെ ഒരു 1.5 വർഷം സമയം എടുക്കുന്നുണ്ട് ഇത് കുലയ്ക്കാനായിട്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിന് അത്ര വലിയ വലിപ്പമുള്ളൊരു കൊലയല്ല ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഫാൻസി ആയിട്ട് നമ്മുടെ വീട്ടിലോ 1-2 വാഴകളൊക്കെ വെച്ച് നമുക്ക് പിടിപ്പിക്കാം. ഒരു സന്തോഷത്തിന് ഇതിൻ്റെ കൊലകളൊക്കെ കാണാമെന്നേ ഉള്ളൂ. അല്ലാതെ ഒരു വലിയ കൃഷിക്കായിട്ട് നമുക്കിതിനെ വളർത്തി കൊണ്ടുവരാനായിട്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇതിനെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വിലയുണ്ട് ഇതിൻ്റെ വാഴക്കന്നിനും. അതേപോലെ തന്നെ ഇതിൻ്റെ ചെടികളൊക്കെ ആയിട്ട് ചട്ടിയിലോ അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ ഡ്രമ്മിലൊക്കെ ഇപ്പോൾ വിപണിയിലൊക്കെ ഇത് ലഭ്യമാണ്. അതിനൊക്കെ അത്യാവശ്യം നല്ല വിലയുണ്ട്. അപ്പോൾ നമുക്കൊരു ഫാൻസി ഐറ്റമായിട്ട് നമ്മുടെ വീട്ടിലൊക്കെ നമുക്ക് വെച്ച് പിടിപ്പിക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഏതെങ്കിലും മറ്റ് ഡാർഫ് വെറൈറ്റികൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന പഴങ്ങളുള്ള, നമുക്ക് കാവൻഡിഷിൻ്റെ തന്നെ ഒരുപാട് വാഴകൾ വരുന്നുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ മഹോയ് വരുന്നുണ്ട്, ഡബിൾ മഹോയ് വരുന്നുണ്ട്. അതിനകത്തൊക്കെ 2 കൊലയുള്ള വാഴകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഫാൻസി ചെടിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുമെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ കൊലകളൊക്കെ വളരെ ചെറുതാണ്. 2 വാഴകളാണ് ഇവിടെ കൊലച്ചിട്ടുള്ളത്. അപ്പോൾ അതിനകത്തുള്ള ഈ ഒരു കൊല എന്ന് പറയുന്നത് തീരെ ചെറുതാണ്. നമ്മൾ ആദ്യമേ കണ്ടത് അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു കൊല തന്നെയാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു ലോകത്തിലെ ഏറ്റവും ചെറിയ വാഴയുടെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക.